വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി ആലത്തൂർ റഫറൻസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. SSLC, +2, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വായനാക്കളരി മത്സര വിജയികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാത്താനായി തീരാൻ ആശിപ്പതില്ല ഞാൻ ജീവിതത്തിൽ എന്നാണ്. കാർമുകിൽ പോലെ കരയാനും ഉന്മിഷ താരകം പോലെ ചിരിക്കുവാനും സാധിക്കുമാറൊരു മാനുഷ്യരാകുകൾ സാഫല്യമങ്ങ് ഞാൻ കൈവരിച്ചു വന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നത് ആ മനുഷ്യത്വത്തിലൂന്നി ഈ സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തിനോടുള്ള കടപ്പാട് കൂടി ഉള്ളിൽ കണ്ട് നമ്മൾ പോകുമ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് ഉയരാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മൾ പുറകോട്ടാണ് പോകുക. ഇങ്ങനെ ഓരോ രംഗത്തും നമുക്ക് പ്രത്യേകതകൾ, ആ പ്രത്യേകതകൾ എന്തിനേയും അനുകരിക്കുക എന്നതിൽ നിന്നും മാറി നമ്മൾ സ്വന്തം ചിന്തയിൽ നമ്മുടെ അറിവുകളെ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപക്വമായ സമീപനങ്ങളിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ സ്വന്തം ചിന്ത വളരെ പ്രധാനമാണ്. അത് പറഞ്ഞാൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എന്താണ് സ്വന്തം ചിന്തയിൽ നമ്മളെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പ്രത്യേകത, ഒന്നിൽ നിന്ന് ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാകാം പലതിനെ സംബന്ധിച്ച്. വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം പഠനത്തോടൊപ്പം വായനാശീലവും അറിവ് സമ്പാദിക്കാനുള്ള മനോഭാവവും വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ ഭാവിയിലും കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. വിദ്യാഭ്യാസ മികവിനൊപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വായനാക്കളരി മത്സര വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചത്. പുസ്തക വായനയിലൂടെ വിജ്ഞാനവും വ്യക്തിത്വ വികസനവും കൈവരിക്കാൻ കഴിയുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ഒരുപോലെ അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് സുഭാഷ് മുഖ്യാതിഥിയായി. MN നാസർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K ഫൗസിയ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ M കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറി അശോക് കുമാർ സ്വാഗതവും M അബ്ബാസ് അലി നന്ദിയും പറഞ്ഞു.